ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളുള്ളത് എസ്എംപുരത്താണ്, തൃശ്ശൂർ ജില്ലയിലെ എസ്എംപുരം. നമ്മുടെ കൊടുങ്ങല്ലൂരിനും തൃപ്രയാറിനിടയിലുള്ള ഭാഗമുണ്ടല്ലോ എസ്എംപുരം മതിലകം ബൈപ്പാസ്, അതാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ മതിലകം എസ്എംപുരം ബൈപ്പാസ് ഉണ്ടല്ലോ, അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കാഴ്ചകൾ കാണുക. ഈ ഭാഗത്ത് ഗാർഡറൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. വലിയ ക്രെയിനൊക്കെ ഉപയോഗിച്ചിട്ട് ഗർഡർ കയറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ അതിൻ്റെ സൈഡിലൂടെയുള്ള വഴിയിൽ കൂടി പോണത്, റോഡിൽ കൂടെ. അതായത് നമ്മുടെ സർവീസ് റോഡെന്ന് തോന്നുന്നുണ്ട്. ഭാവിയിൽ സർവീസ് റോഡ് ടാർ ചെയ്യും തോന്നുന്നുണ്ട്, കറക്റ്റായിട്ട് അറിയില്ല. ഇവിടെ സർവീസ് റോഡ് ഉണ്ടോയെന്നറിയില്ല. അപ്പോൾ മെയിൻ റോഡ് പാലത്തിൻ്റെ മുകളിൽ കൂടെ. ആ പാലത്തിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രെയിനൊക്കെ വെച്ചിട്ട് ബീമുകളും കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മെയിൻ വർക്കേയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ബൈപ്പാസ് തുടങ്ങുന്നത് നമ്മുടെ പുന്നക്കുരുന്ന് മതിലകം ക്രോസ് ചെയ്ത്, അതുപോലെ എസ്എംപുരം ടൗണ്, ഈ രണ്ട് ടൗണും ക്രോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ബൈപ്പാസ് NH വന്ന് ചേർന്നത്. ഏകദേശം ഒരു 3-3.5 കിലോമീറ്റർ ഉണ്ടാവും ഈ ബൈപ്പാസ്. എന്താ ഭാഗത്ത് ക്രെയിനുകളൊന്നും വന്നിട്ടില്ല, മറ്റേ ഗർഡർ പൊക്കി വെക്കാനുള്ള ക്രെയിനുകളൊന്നും എത്തിയിട്ടില്ല. അവിടെ മറ്റേ ഇതുണ്ടല്ലോ, തൂണിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ശരിക്കും പണ്ട് ചതുപ്പുള്ള സ്ഥലമാണ്, ചതുപ്പ് സ്ഥലമായിരുന്നു. കുറേയൊക്കെ മണ്ണിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട്. ഒരു നമ്മുടെ തൂണൊക്കെ പണിത് ഫില്ലാക്കി ഇരിക്കണേ. ഇവിടെ വെറും തോടും ചെറിയും ഇതൊക്കെ അങ്ങനത്തെ കുറേ ഭാഗങ്ങളുണ്ടല്ലോ, ഈ വെള്ളക്കെട്ടുള്ള ഭാഗങ്ങൾ. ആ ഭാഗങ്ങളിനത് ഇനിയിപ്പോൾ എല്ലാവർക്കും 6 വരിയിൽ മേലെ കൂടെ പറക്കാം. രണ്ട് വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടൗണുകളാണ് നമ്മുടെ മതിലകവും എസ്എംപുരം ടൗണും. ഈ രണ്ട് ടൗണും ടച്ച് ചെയ്യാണ്ട് അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റും ഈ ലോങ് യാത്രക്കാർക്കും. ഇതൊക്കെ ഏകദേശം ഒരു 3-3.5 കിലോമീറ്റർ ഉണ്ടാവും ഈ ഇത് ബൈപ്പാസ്. അങ്ങനെ നമ്മുടെ പാലത്തിൻ്റെ ഭാഗമാണ്, ഈ പാലത്തിൻ്റെ ഭാഗത്ത് കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ പാലത്തിൻ്റെ ഇവിടെ പില്ലർ ക്യാബിൻ്റെ ഒക്കെ വർക്കുകളൊക്കെ എല്ലായിടത്തും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഗാർഡറിൻ്റെ വർക്കുകൾ മാത്രമേ ഇനി അത്യാവശ്യം ഇപ്പോൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ കയറ്റി വെക്കുന്നുണ്ട്. രാത്രിയിൽ അവർ കൂടുതലും കയറ്റി വെക്കണേ, നേരെ കയറ്റി വെക്കണ്ടേ. ഇപ്പം നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മുടെ നിലവിലുള്ള റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സർവീസ് റോഡിൽ കൂടി ഉണ്ട്. ഇപ്പം ഇത് പുതുതായിട്ട് പണം തിരക്കുന്ന സർവീസ് റോഡാണിത്. അവർ ഇപ്പോൾ ആ റോഡിൽ കൂടി ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സർവീസ് റോഡാണ്. പക്ഷേ രണ്ട് വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കുറച്ച് മാന്തമാണ്. ശരിക്ക് സുഖകരമായിട്ടാണ് പോകാൻ പറ്റില്ല സർവീസ് റോഡിൽ കൂടെ. വലിയ വാഹനങ്ങൾക്കായി കുറച്ച് വീതി കുറവും തോന്നുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് പൊക്കിക്കൊണ്ടുതന്നെ ഭാഗങ്ങളാണ് കേട്ടോ. കണ്ട ലെഫ്റ്റ് സൈഡിലുണ്ടോ, ഇവിടെയൊക്കെ ഇനി മണ്ണിട്ട്. ഇവിടെയൊക്കെ ചതുപ്പ് സ്ഥലങ്ങളിൽ ഇതൊക്കെ. ചതുപ്പ് വെച്ചാൽ ഇതിപ്പോൾ നമ്മുടെ നിലവിൽ ഉള്ള പഴയ റോഡാണ് ഈ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കണേ. കാണാം ഈ റോട്ടിൽ വരയൊക്കെയുള്ള അതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊക്കെ ഒരു താഴ്ന്ന പ്രദേശമാണ്. ഏകദേശം ഒരു വീടിൻ്റെ ഒക്കെ ഹൈറ്റിൽ താഴ്ന്ന പ്രദേശമാണ്. അതിപ്പോൾ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരണവർ ഘട്ടം ഘട്ടമായിട്ട് മണ്ണിട്ട് ഉയർത്തുന്നുണ്ട്. അതുപോലെ സൈഡ് വാളിൻ്റെ പണി അവിടെ നല്ല തകൃതി തന്നെ സൈഡ് വാളിൻ്റെ പണി ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് സർവീസ് റോഡിൻ്റെ പണിയും അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഇവിടെ മെയിനായിട്ട് ഈ സൈഡ് വാളിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സൈഡ് വാളിൻ്റെ അതുപോലെ മണ്ണിട്ട് ഇപ്പം ഈ മണ്ണിട്ടേക്കണ ഭാഗം കണ്ട ലെഫ്റ്റ് സൈഡിൽ, അതൊക്കെ നല്ല താഴ്ചയുള്ള ഭാഗങ്ങളായിരുന്നു. കണ്ടമാനം നല്ല താഴ്ചയുള്ള ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി ഇപ്പം നമ്മുടെ നിലവിലുള്ള റോഡിൻ്റെ ഒപ്പത്തിയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ഈ ഭാഗത്തൊക്കെ ഞാൻ മണ്ണിട്ട് വന്നുള്ളൂ. ഈ ഭാഗത്തൊക്കെ ഇവിടെ വർക്ക് ഏറ്റെടുത്തേക്കുന്നത് ശിവാലയ കമ്പനിയാണ്. ശിവാലയ കമ്പനിയുടെ നേതൃത്വത്തിൽ ഇവിടെ വർക്കുകളൊക്കെ നല്ല തകൃതിയായിട്ട് പോയിക്കൊണ്ടിരിക്കണേ. അത്യാവശ്യം നല്ല സ്പീഡുണ്ട് വർക്കിനായി. ഇനിയിപ്പോൾ മഴ തുടങ്ങുന്നതനുസരിച്ച് സ്പീഡ് ചെറുതായിട്ടൊന്ന് കുറയാൻ ചാൻസ് ഉണ്ട്. കാരണം മഴ ആകുമ്പോൾ കുറച്ചൊന്ന് ഡിമ്മാവുമല്ലോ. ഇവിടെ ചെറിയൊരു ബെൻഡുണ്ട്. ആ ബെൻഡൊക്കെ നിവർന്നാണ് ഈ റോഡ് പോണത്.
ഇവിടെ ഏറ്റവും കൂടുതൽ സ്ഥലം ഏറ്റെടുത്തേക്കണേ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് സ്ഥലം ഏറ്റെടുത്ത് പോയിരിക്കണേ. ചെറിയൊരു ബെൻഡുണ്ട്, ആ ബെൻഡൊന്ന് നിവർന്ന് പോകാൻ വേണ്ടിയുള്ള രീതിയിൽ ഇവിടെ പോയിക്കൊണ്ടിരിക്കണേ. ആണ് ഈ ഭാഗത്തെത്തിയപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് കൂടുതൽ സ്ഥലം ഏറ്റെടുത്ത് പോയിരിക്കണേ. അങ്ങനെ ചെറിയ ചെറിയ ബെൻഡുകളൊക്കെ പരമാവധി അവർ നിവർത്തിന് പോണത് അവർ അങ്ങനത്തെ രീതിയിൽ പോണേ. ഇതിപ്പോൾ നമ്മ നേരെ പൊരുവസാറ് ജംഗ്ഷനിലേക്കാണ് വന്ന് കയറുന്നത്. നേരെ പൊരുവസാറ് ജംഗ്ഷനിൽ ഒരു അണ്ടർപാസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞ് പില്ലർ ക്യാമ്പിൻ്റെ വർക്കും അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട് ഒരു സൈഡ്. അപ്പോൾ ഈ പൊരുവസാറ് ജംഗ്ഷനിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ.